പ്രിയ സുഹൃത്തുക്കളെ, തുടക്കത്തിൽ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ദയവായി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോഴേ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കും. ഇന്നത്തെ വിഷയം രസകരമായ വിഷയമാണ്. നമ്മുടെ രാഹുൽജിയുടെ മൊഴിമുത്തുകൾ. ഇന്നലെ ലോക്സഭയിൽ മൂപ്പർ എന്തൊക്കെയാണ് പറഞ്ഞത് കേട്ടല്ലോ. നരേന്ദ്രമോദി പൊട്ടനാണ്, ഇഡിയറ്റ് എന്നാണ് നരേന്ദ്രമോദിയെ ഭംഗ്യന്തരേണ, നേരിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ, ഭംഗ്യന്തരേണ പറഞ്ഞ അന്ധഭക്തന്മാർ പൂജിക്കുന്നവരെല്ലാം പൊട്ടന്മാരാണ്, അതായത് ഇഡിയറ്റ് ആണ്. ശരി, നരേന്ദ്രമോദി ഇഡിയറ്റ് ആണെന്ന് തന്നെ വെച്ചോളൂ. ഈ രാഹുൽ ഗാന്ധി എത്രമാത്രം ബുദ്ധിമാനാണ്, മൂപ്പർ അതിബുദ്ധിമാനാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. രാഹുൽ ഗാന്ധിയുടെ അതിബുദ്ധിപരമായിട്ടുള്ള പല മാസ്റ്റർ സ്ട്രോക്കുകളും നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം. മാത്രമല്ല, രാഹുൽ ഗാന്ധി ബുദ്ധിമാൻ മാത്രമല്ല, സാമാന്യം തരക്കേടില്ലാത്ത രാജ്യസ്നേഹിയാണെന്നുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് 2013 സുപ്രീം കോടതി ഒരു വിധി വന്നിരുന്നു. ഈ ജനപ്രതിനിധികൾ, MLA-മാരും MP-മാരും അവർക്ക് 2 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടാവുന്ന ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവരുടൻ തന്നെ അവരുടെ MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെക്കണം എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാരിന് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. UPA സർക്കാർ പറഞ്ഞു അത് ശരിയല്ല, ഇവർക്ക് കുറഞ്ഞപക്ഷം മേൽക്കോടതിയിലേക്ക് ഒരു അപ്പീൽ പോകാനുള്ള സമയമെങ്കിലും കൊടുക്കണം, ഉടൻ തന്നെ അവരുടെ സ്ഥാനം റദ്ദാക്കപ്പെടാൻ പാടില്ല എന്ന്, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് UPA സർക്കാർ. അപ്പൊ അതിന് വേണ്ടി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനായിട്ട് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വിവരം പത്രക്കാരോട്, നമ്മുടെ UPA സർക്കാരിന്റെ ആളുകള് പത്രക്കാരോട് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യുവരാജകുമാരൻ രാഹുൽ ഗാന്ധി അവിടെ നാടകീയമായി അവതരിക്കുന്നതും ഇതൊന്നും നടക്കില്ല, കംപ്ലീറ്റ് നോൺസെൻസ് ആണ് വിളിച്ചത് ഈ പുതിയ ഓർഡിനൻസിനെ. സ്വന്തം സർക്കാർ കൊണ്ടുവരാൻ ഇരിക്കുന്ന ഓർഡിനൻസിനെ കംപ്ലീറ്റ് നോൺസെൻസ് ആണെന്ന് പറയുന്നു. അതായത് പുള്ളി സത്യസന്ധനാണല്ലോ. സുപ്രീം കോടതി 2 വർഷത്തിൽ കൂടുതൽ തടവ് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ MP-മാരും MLA-മാരും തുടരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് മൂപ്പർ അവിടെ നിന്ന് പോകുന്നു. ഉടൻ തന്നെ UPA സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്ന ഓർഡിനൻസ് വേണ്ടെന്ന് വയ്ക്കുന്നു. കാരണം രാജകുമാരൻ ഉടക്കിയില്ലേ. അപ്പൊ പലരും പറയുകയും രാഹുൽ ഗാന്ധി സത്യസന്ധനായതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെ സത്യസന്ധതയെല്ലാം നമുക്ക് ഈ UPA സർക്കാരിന്റെ 10 വർഷത്തെ ചരിത്രം മാത്രം നോക്കിയാൽ മതി. മാത്രമല്ല, ഈ ഡൽഹിയിലെ സിഖ് കലാപം നടന്ന സമയത്ത് നിരപരാധികളായ സിഖുകാരെ പട്ടാപ്പകല് തെരുവിൽ വെട്ടിക്കൊന്ന് അതിനുള്ള ഒത്താശ മുഴുവൻ ചെയ്ത സജ്ജൻ കുമാറിനെ, HKL ഭഗത്തിനെ എല്ലാം ചുവന്നുകൊണ്ട് നടന്നവരെ വരെ കോൺഗ്രസ്സുകാർ അല്ലേ. എന്നിട്ട് ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ സത്യസന്ധരാണോ? ബീഹാറിലെ നല്ല ഒന്നാന്തരം ഗുണ്ടയായ, റൗഡിയായ, തെമ്മാടിയായ പപ്പു യാദവ് ഉൾപ്പെടെയുള്ളവരെല്ലാം ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സത്യസന്ധതയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ പറയാം. രാഹുൽ ഗാന്ധി ഇടപെട്ടിട്ടാണ് ഈ 2013 ഈ ഓർഡിനൻസ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്, വേണ്ടെന്ന് വെച്ചത്. ഫാസ്റ്റ് ഫോർവേഡ് 10 വർഷം കഴിഞ്ഞ് 2023 ആയപ്പോൾ എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി ഇതുപോലെ അങ്ങേരുടെ വായുടെ നാവിന്റെ എല്ലില്ലല്ലോ, ഗുജറാത്തിൽ പോയിട്ട് ആ എല്ലാ മോദിമാരും കള്ളന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവിടെ സൂറത്തിലെ കോടതി പറയുന്നു ഇയാൾക്ക് 2 വർഷത്തെ ശിക്ഷ. അതോടെ എന്തായി? രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് ലോക്സഭയിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു. മൻമോഹൻ സിംഗ് സർക്കാർ ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്ന സമയത്ത് മിണ്ടാതെ അവിടെ മൂലയ്ക്ക് ഇരുന്നാൽ പോലും, ഒന്നുമില്ലെങ്കിൽ സ്വന്തം സർക്കാരല്ലേ, അതില്ല ഞാൻ സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി ആ ഓർഡിനൻസ് വെള്ളത്തിലാക്കി അവസാനം രാഹുൽ ഗാന്ധി തന്നെ പണി വാങ്ങി 10 വർഷം കഴിഞ്ഞപ്പോൾ. പിന്നീട് അത് സുപ്രീം കോടതി ഇടപെട്ട് ആ ശിക്ഷ സ്റ്റേ ചെയ്യുകയെല്ലാം ചെയ്തു. അങ്ങനെ ലോക്സഭാ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിച്ച് കിട്ടി. അതെല്ലാം ശരി തന്നെ. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക്, എത്രമാത്രം ബുദ്ധിമാനായിരുന്നു മൂപ്പര് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 2011 വളരെ വ്യാപകമായി കോൺഗ്രസ്സുകാർ 2004 മുതൽ നടത്തിയ വ്യാപകമായ അഴിമതികൾ, എത്രയെത്ര അഴിമതികളാണ്. അതുകൊണ്ട് ജനം പൊറുതിമുട്ടി നമ്മുടെ അന്നാ ഹസാരെ, അവിടെ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ആ അവസരം ഉപയോഗിച്ച് അന്നാ ഹസാരെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു വലിയ നിരാഹാര സമരം നടത്തിയല്ലോ. അന്ന് യുവരാജകുമാരൻ എന്താ പറഞ്ഞത്? ഈ നിരാഹാര സമരം എന്നൊക്കെ പറയുന്ന ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ടൂളാണ്, അത് രാജ്യവിരുദ്ധമാണ്, ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് അന്നാ ഹസാരയുടെ നേതൃത്വത്തിൽ ഈ നിരാഹാര സമരം നടത്തുന്നതെന്ന് പറയുന്നു. ഇപ്പൊ ഫാസ്റ്റ് ഫോർവേഡ് 2026 പാർട്ടികൾക്ക് വേണ്ടി സോനം വാങ്ചുക്ക് സമരം നടത്തിയപ്പോൾ, നിരാഹാര സമരം നടത്തിയപ്പോൾ എന്താ? അത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പട്ടിണിയായി. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ജീവനോടെ പിടിച്ചു വിഴുങ്ങിയ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടി സോനം വാങ്ചുക്ക് പട്ടിണി സമരം നടത്തുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പട്ടിണിയാണെന്നും ഇതേ യുവരാജകുമാരൻ തന്നെ പറഞ്ഞു. എങ്ങനെയുണ്ട് മൂപ്പരുടെ ബുദ്ധിപരമായ മലക്കം പറയൽ? ഇനിയുണ്ട് ബുദ്ധിപരമായ പല നീക്കങ്ങളും പുള്ളി നടത്തിയിട്ടുണ്ട്. ഈ ഒരു കാലത്ത് 60 വർഷം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഇപ്പൊ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന ഉപ്പ് വെച്ച കലം പോലെ ആക്കി കൊടുത്തത് ഈ ബുദ്ധിമാന്റെ, ഈ യുവരാജകുമാരന്റെ ബുദ്ധി മാത്രമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് മൂപ്പർ എന്താ പറഞ്ഞത്? ചൗക്കിദാർ ചോർ ഹെ, ഓർമ്മയുണ്ടല്ലോ? ചൗക്കിദാർ ചോർ ഹെ, നരേന്ദ്രമോദി കള്ളനാണെന്ന് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു?
തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്ക് 303 സീറ്റ്, നമ്മുടെ യുവരാജകുമാരന്റെ പാർട്ടിക്ക് 53 സീറ്റ്. ജനങ്ങൾക്ക് മനസ്സിലായി ആരാണ് കള്ളൻ, ആരാണ് ബുദ്ധിമാൻ, ആരാണ് പൊട്ടൻ എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് തീരുമാനിച്ചു. അവസാനം മൂപ്പരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു, ഇങ്ങനെ വായിലെ നാവ് വെറുതെ വായിലിട്ടുകൊണ്ട് മിണ്ടായിരുന്നെങ്കിൽ 10 സീറ്റ് കൂടുതൽ കിട്ടുമായിരുന്നു. നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉള്ള സീറ്റ് മുഴുവൻ നഷ്ടപ്പെട്ടതെന്ന് പറയും. ഇതേ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് മൂപ്പര് വാരാണസിയിൽ പ്രചാരണം നടത്താൻ പോയി. എവിടെ? നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനാണ്. മൂപ്പര് വാരാണസിയിലാണല്ലോ മത്സരിക്കുന്നത്. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ വാരാണസി ചെന്നിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, ഈ വാരാണസിയിലെ തെരുവുകൾ മുഴുവൻ കള്ളുകുടിയന്മാരാണ്, ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ ഒരു ജോലിക്കും പോവില്ല, മുഴുവൻ മുടിയനായ പുത്രന്മാരായിട്ട് മുഴുവൻ കള്ളും കുടിച്ച് ഡ്രഗ്സും അടിച്ച് വഴി കിടക്കുകയാണ്, ഈ നരേന്ദ്രമോദിയാണ് വാരാണസി ഇങ്ങനെയാക്കിയതെന്ന് പറഞ്ഞിട്ട് മൂപ്പര് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? നരേന്ദ്രമോദി 5 ലക്ഷം വോട്ടിന് ജയിച്ചു. യുവരാജകുമാരൻ അമേഠിയിൽ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ കുടുംബസ്വത്ത് പോലെ 60 വർഷമായിട്ട് കൊണ്ടുനടന്ന അമേഠിയിൽ യുവരാജകുമാരൻ പൊട്ടിപ്പോയി, തോറ്റുപോയി. ജനങ്ങൾക്ക് തന്നെ മടുത്തന്നേ. ഇതാണ് നമ്മുടെ യുവരാജകുമാരന്റെ ബുദ്ധി. അയ്യോ, തെരഞ്ഞെടുപ്പിന്റെ കാര്യം നമ്മൾ പറയാൻ പാടില്ല. തിരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ രാഹുൽ ഗാന്ധിക്കും മൂപ്പരെ പൊക്കിക്കൊണ്ട് കിടക്കുന്ന മൂപ്പരുടെ അന്ധഭക്തന്മാരുണ്ടല്ലോ, കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള കുറെ മാധ്യമങ്ങളുണ്ട്. അവർക്കെല്ലാം കൃത്യമായിട്ട് അതിന് കാരണമുണ്ട്. EVM അട്ടിമറിച്ചു, പണി കഴിഞ്ഞു. EVM അട്ടിമറിച്ചു, അതുകൊണ്ട് കോൺഗ്രസ് തോറ്റു. അങ്ങനെയാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ നാണമില്ലാതെ ഇപ്പൊ ഭരണത്തിൽ കയറിയിട്ടുണ്ട്. അവർ രാജിവെച്ച് പോകണ്ടേ? മാന്യത എന്ന് പറയുന്നത് പേരിനെങ്കിലും ഉണ്ടെങ്കിൽ പറയണ്ടേ, ഇത് EVM അട്ടിമറിച്ചിട്ടാണ് ഞങ്ങൾ ജയിച്ചത്, നരേന്ദ്രമോദി EVM അട്ടിമറിച്ചിട്ടാണ് കോൺഗ്രസ് കേരളത്തിൽ ജയിച്ചത്, ഞങ്ങൾക്ക് ഭരിക്കണമെന്ന് പറഞ്ഞ് മാറിയിരിക്കുക. അതല്ല, അപ്പൊ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണം അല്ലെ? ജയിച്ചു കഴിയുമ്പോൾ മനോഹരമായ EVM, തോറ്റു കഴിഞ്ഞാലോ കാവി EVM, സംഘി EVM, ചാണകത്തിൽ മുങ്ങിയ EVM. ഇതാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ കുറെ നുണകൾ പറഞ്ഞു നടക്കും. അത് വിശ്വസിക്കാനായിട്ട് കുറെ പൊട്ടന്മാരായ കോൺഗ്രസ്സുകാരും സുഡാപ്പികൾക്ക് എന്താണ് ഇതിൽ താല്പര്യമെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. കാരണം എന്താ? കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഇത്രയും കാലം ഒത്താശ ചെയ്തു കൊടുത്ത ആരാ? കോൺഗ്രസ് അല്ലേ? എടാ, അവിടുത്തെ പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്യാനായിട്ട് ഒരു തെറ്റും ചെയ്യാത്ത സരള ഭട്ട് എന്ന് പറയുന്ന ഒരു പണ്ഡിറ്റ്, ഒരു നേഴ്സാണ്. അവരെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ 4 സൈനികരെ, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ വരെ വെടിവെച്ച് കൊന്ന യാസിൻ മാലിക് എന്ന് പറയുന്ന കൊടും തീവ്രവാദിയെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചത് ആരാ? ഈ യുവരാജകുമാരന്റെ സർക്കാരാ അല്ലെ? ഡോക്ടർ മൻമോഹൻ സിംഗ് അങ്ങേര് പാവം, ഒരു നല്ല മനുഷ്യനാട്ടോ, പക്ഷെ അങ്ങേരെ കൊണ്ട് ഈ വൃത്തികേട് മുഴുവൻ ചെയ്യിച്ചതാരാ? ഈ യുവരാജകുമാരനും പിന്നെ മൂപ്പരുടെ ആളുകളും എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ? അപ്പൊ ഇതാണ് പറഞ്ഞ സുഡാപ്പികൾ ഇങ്ങനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് എടുക്കാൻ ഉള്ള കാര്യം എന്താ? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് കോൺഗ്രസ് ആണ് ഇതിന്റെ ഏജൻസി ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ യുവരാജകുമാരനൊന്നും മിണ്ടില്ല. കണ്ടല്ലോ ആങ്ങളെയും പെങ്ങളും എങ്ങനെയാണ് പഞ്ചപുച്ഛം അടക്കി PD സതീശനെ മുഖ്യമന്ത്രിയാക്കിയതെന്ന്. ഇവിടുന്ന് നേരെ ഒരു ഭീഷണി അങ്ങനെയെന്നു, ഇനി വയനാട്ടിലേക്ക് തിരിഞ്ഞു കയറേണ്ടി വരില്ല ഞങ്ങൾ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ. ഇപ്പൊ ഇതാണ് ബുദ്ധിമാൻ. ഈ അതിബുദ്ധിമാന്റെ മാസ്റ്റർ സ്ട്രോക്കുകളാണ് ഞാൻ ഈ പറയുന്ന മുഴുവൻ. പിന്നെ യുവരാജകുമാരന്റെ രാജ്യസ്നേഹത്തിന്റെ കാര്യം പറയാന്ന് പറഞ്ഞത്, അതിപ്പോ ഈ സുഡാപ്പി ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കാര്യമാണ്. 26/11 ബോംബെയിലെ ഭീകരാക്രമണം 2008 അത് നടക്കുന്ന സമയത്ത് നമ്മുടെ യുവരാജകുമാരൻ എവിടെയായിരുന്നു? ബോംബെയിലെ ഭീകരാക്രമണത്തിനെ കുറിച്ച് പറയുമ്പോൾ RVS മണി പറഞ്ഞ കാര്യം മുഴുവൻ പറയാനായിട്ടൊന്നും നമ്മുടെ കയ്യിൽ സമയമില്ല. അവിടെ ഈ അജ്മൽ കസബ് എന്ന് പറയുന്ന ഈ ഭീകരവാദിയെ കൊണ്ടുവന്നത് ആരാ? അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടേൽ ആഭ്യന്തരമന്ത്രി ആയിരുന്നു മാത്രമേ ഉള്ളൂ. ആ കസേരയിൽ ഇരിക്കുമായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തീരുമാനം മുഴുവൻ എടുത്തിരുന്ന ആരായിരുന്നു? ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മധ്യപ്രദേശിലെ നേതാവ് അല്ലെ? അങ്ങേരായിരുന്നല്ലേ പറയുന്നത്. ദിഗ്വിജയ് സിംഗിന്റെ ബുദ്ധിയായിരുന്നു ഇത് കാവി ഭീകരതയാണ്, ഹിന്ദു ഭീകരതയാണ്. ഇത് ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരത ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട്, സുഡാപ്പികളെ സൂചിപ്പിക്കാനായിട്ട്, ഇത് ഹിന്ദു ഭീകരതയാണെന്ന് വരുത്താനായിട്ട് ഈ അജ്മൽ കസബിനെ കയ്യിൽ ചരടും കെട്ടിച്ച് കൊണ്ടുവന്ന ആരാ? നിങ്ങൾ RVS മണിയുടെ പുസ്തകം മുഴുവൻ വായിച്ചോളൂ, അങ്ങനെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇങ്ങനെയുള്ള ഉടായ്പ മുഴുവൻ നടത്തി ഈ നാട്ടിലെ ഹിന്ദുക്കളെ വഞ്ചിക്കുകയും സുഡാപ്പികൾക്ക് വേണ്ടി വെള്ളം കൊരുകയും വിറവ് കിട്ടുകയും ചെയ്യുകയാണ് യുവരാജകുമാരന്റെ പാർട്ടിയുടെ പണ്ട് മുതലുള്ള കുറഞ്ഞ കാലം, ഈ മൻമോഹൻ സിംഗിന്റെ കാലം മുതലുള്ള കാലം എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് തെളിവുകളെ സഹിതം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഈ താജ് ഹോട്ടലിലും അതുപോലെ CST ട്രെയിൻ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള പലയിടത്തും നിരപരാധികളായിട്ടുള്ള 175 ആളുകൾ, അത് ഇന്ത്യയിൽ സന്ദർശിക്കാൻ വന്ന വിദേശ പൗരന്മാരുൾപ്പെടെ ഈ ലഷ്കർ എ തയ്യബയുടെ ഈ തീവ്രവാദികൾ, ഭീകരന്മാര് കൊന്നു കളഞ്ഞപ്പോൾ നമ്മുടെ യുവരാജകുമാരന്റെ ദേശസ്നേഹി എവിടെയായിരുന്നു? മൂപ്പര് ഡൽഹിയിൽ ഒരു ഫാം ഹൗസിൽ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുമായിരുന്നു. മൂപ്പരുടെ കൂട്ടുകാരനായ പണ്ട് പള്ളിക്കൂടത്തി പോയപ്പോൾ ഒന്നിച്ചു പഠിച്ച സമീർ ശർമ്മ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ വിവാഹ ചടങ്ങിലെ ആഘോഷങ്ങളിലായിരുന്നു. എവിടെ? രാജ്യം ഭീകരാക്രമണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്, രാജ്യം ഭീകരാക്രമണം നേരിടുന്ന സമയത്ത്, ഇങ്ങേരുടെ തന്നെ സർക്കാർ ഭരിക്കുന്ന സമയത്ത്
ഇങ്ങേരാണല്ലോ ഈ സർക്കാരിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന അതിബുദ്ധിമാൻ. നരേന്ദ്രമോദി പൊട്ടനാണെന്നാണ് ഇങ്ങേര് പറയുന്നത്. അപ്പൊ ഇങ്ങേരായിരുന്നല്ലോ ഇതിന്റെ ബുദ്ധി കേന്ദ്രം. ഏത് ഈ UPA സർക്കാർ ഭരിച്ചിരുന്ന, അപ്പൊ അമ്മയും മോനും കൂടെ ആണല്ലോ ഭരിച്ചിരുന്ന. അപ്പൊ ആ ഒരു മൻമോഹൻ സിംഗിനെ പിടിച്ചിരുത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ബുദ്ധി കേന്ദ്രം ആ സമയത്ത് കൂട്ടുകാരൻ സമീർ ശർമ്മ, നിങ്ങൾ പേരെഴുതി വെച്ചോളൂ, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, എന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ, ആ സമീർ ശർമ്മയുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു. എന്നിട്ട് നരേന്ദ്രമോദി വരെ ഡൽഹിയിലെത്തി. അങ്ങനെയല്ലേ രാജ്യത്തോട് ഒരല്പമെങ്കിലും താല്പര്യമുള്ള സ്നേഹമുള്ള ആളുകൾ ആ സമയത്ത് ഈ രാജ്യത്തെ എങ്ങനെ ഈ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പോലെ കൂടെ പഠിച്ചിരുന്നവന്റെ കല്യാണത്തിന് പോവുകയാണ്, അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് രാത്രി മുഴുവൻ പാർട്ടി ആഘോഷം. ഇവിടെ ആളുകളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങേരുടെ തന്നെ നേതാവായ അല്ലെങ്കിൽ ഇങ്ങേരുടെ തന്നെ ശിങ്കിടിയായ ദിഗ്വിജയ് സിംഗിന്റെ ഒത്താശയോടുകൂടി നടന്ന ഭീകരാക്രമണം എന്ന് വ്യാപകമായി കരുതപ്പെടുന്ന ഈ ഭീകരാക്രമണത്തിന്റെ, അപ്പൊ ഇതാണ് നമ്മുടെ രാജകുമാരന്റെ ഒടുക്കത്തെ രാജ്യസ്നേഹം. എന്തൊരു രാജ്യസ്നേഹമാണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പറയുന്നത്. വായിലനാവ് വായിലിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വെറുതെ നാട്ടുകാരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ 60 വർഷം ഭരിച്ചിരുന്ന കോൺഗ്രസിനെ ഇപ്പോൾ ഒരു പെട്ടിക്കകത്താക്കി, ശവപ്പെട്ടിക്കകത്താക്കി, ഏതാണ്ട് കുഴിച്ചിടാൻ പാകത്തിന്, ഏതാണ്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പാകത്തിന് ഒരു മൂലക്കിരുത്തിയ ഈ മഹാരാജാവാണ്, ഇപ്പൊ യുവരാജാവല്ല, ഇപ്പൊ മഹാരാജാവാണ്. ഈ മഹാരാജാവാണ് നരേന്ദ്രമോദി. ഇന്ത്യയിൽ ഒരു മൂലയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന BJP എന്ന് പറയുന്ന പാർട്ടിയെ ഈ രാജ്യം മുഴുവൻ പടർത്തിയ നരേന്ദ്രമോദി ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ട, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ പരാജയപ്പെടുത്തിയ, തോൽപ്പിച്ച ഒരു നേതാവിന് ഏതെങ്കിലും ഒരു ഗിന്നസ് ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ പേര് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ യുവരാജാവിന്റെ, ഇപ്പോഴത്തെ മഹാരാജാവിന്റെ പേരായിരിക്കും വരിക. എന്നിട്ട് ആ തോറ്റു കഴിയുമ്പോൾ EVM എന്ന് പറഞ്ഞ് പനി പിടിച്ചവരെ പോലെ, ഈ തുള്ളപ്പനി വന്ന ആളുകളെ പോലെ കിടന്ന് വിറക്കും, കിടന്ന് തുള്ളും. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഒരിടത്ത് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ EVM നല്ല ഒന്നാന്തര EVM, ഒരു കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ചാണകത്തിൽ ചാടി EVM. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് ഒരു കാലം വരെ ദേശീയ പാർട്ടിയൊക്കെ ആയിരുന്ന കോൺഗ്രസിനെ ഈ ഉപ്പുവെച്ച കാലം പോലെ ആക്കിയ നമ്മുടെ ഈ യുവരാജകുമാരന്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മഹാരാജാവിന്റെ ബുദ്ധി ഏതായാലും നമ്മുടെ നരേന്ദ്രമോദിക്ക് ആവശ്യമില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇങ്ങേരിപ്പോ ഈ രാജകുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ലേ ഇങ്ങേരിപ്പോ പാർലമെന്റിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ തൊഴിലില്ലാത്ത, നാട്ടിൽ തൊഴിലില്ലാത്ത ഈ കോക്രോച്ചുകളെ പോലെ, പാറ്റകളെ പോലെ ഡൽഹി പോലീസിന്റെ അടി വാങ്ങിച്ച് ഇങ്ങേര് വല്ല ലോക്കപ്പിൽ പോകുമായിരുന്നു ഇപ്പൊ, അല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണി ഇങ്ങേർക്ക് കിട്ടുമോ? യുവരാജകുമാരനല്ലായിരുന്നുണ്ടെങ്കിൽ ഇങ്ങേർക്ക് എന്തെങ്കിലും പണി കിട്ടുമോ? ഇപ്പൊ യുവരാജകുമാരനായതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവായിട്ട് പുള്ളി പാർലമെന്റിലിരിക്കുന്നു. മോദിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ ആക്ഷേപം ഉണ്ടാകും, കുറഞ്ഞ പക്ഷെ അങ്ങേര് രാജകുമാരനായത് കുടുംബമാഹാത്മ്യം കൊണ്ടൊന്നും അല്ലല്ലോ അങ്ങേര് ഇപ്പോഴത്തെ നിലയിലെത്തിയ. അങ്ങേര് ശരി കഷ്ടപ്പെട്ട് അങ്ങേരുടെ കഴിവുകൊണ്ട് മാത്രം എത്തിയതാണ്. സ്വന്തം പാർട്ടിക്കാരനായ ഷക്കീൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്, കോൺഗ്രസ് നേതാവ്. അങ്ങേര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ തിരഞ്ഞെടുപ്പുകൾ മുഴുവൻ തോൽക്കാനുള്ള കാരണം രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിപ്പാണ്. രാഹുൽ ഗാന്ധി പറയും കോവേഡ് ആൻഡ് ഇമ്മച്വർ, ഭീരുവും പക്വതയില്ലാത്തവനുമാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞ പൊട്ടൻ എന്നാണ് സ്വന്തം പാർട്ടിയുടെ നേതാവായ ഷക്കീൽ അഹമ്മദ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത്. ഏതായാലും ഒരേ കൂരയ്ക്ക് താഴെ താമസിക്കുന്നവർക്ക് പരസ്പരം സത്യാവസ്ഥ അറിയാമായിരിക്കുമല്ലോ. അതാണ് നമ്മുടെ ഷക്കീൽ അഹമ്മദ് പറഞ്ഞത്. അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോളൂ, ആരാണ് പൊട്ടൻ, ആരാണ് മിടുക്കൻ, ആരാണ് വിശ്വഗുരു എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതായത് ഇന്ത്യയിലെ ജനങ്ങൾ അക്കാര്യം കഴിഞ്ഞ 13 വർഷമായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രാഹുൽ ഗാന്ധിജിക്ക് ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ തലയിൽ പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ഈ സുഡാപ്പികളും കോൺഗ്രസ്സുകാരും അല്ലാതെ വേറെ ആരാണ് അന്ധഭക്തന്മാര്? അല്ലെ, ഒന്നിനും കൊള്ളാത്ത ഒരുതിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന, കുടുംബ മഹിമയുടെ പേരിൽ മാത്രം ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സുഡാപ്പികളും കോൺഗ്രസ്സുകാരുമാണ് യഥാർത്ഥ അന്ധഭക്തന്മാര്. ആ അന്ധഭക്തന്മാരുടെ ദൈവം അപ്പൊ ആരാണ്? ഇഡിയറ്റാണ്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് ഇഡിയറ്റ് എന്നുള്ള കാര്യം കണ്ണാടി നോക്കി രാഹുൽ ഗാന്ധി തന്നെ തീരുമാനിക്കട്ടെ. താങ്ക് യു. ജയ് ഹിന്ദ്. അപ്പൊ നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ